മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു. അതിന് യാഹ്വേ നിസ്സി എന്ന പേര് നൽകി. എന്തെന്നാൽ അവൻ പറഞ്ഞു, കർത്താവിന്റെ പതാക കയ്യിലെടുക്കുക. പുറപ്പാട് 17-ാം അധ്യായം 15-16 വാക്യങ്ങൾ. കർത്താവായ യേശുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവ സാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ പേര് എന്ന നമ്മുടെ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ശ്രദ്ധ അല്പനേരം നിങ്ങൾ ശ്രദ്ധ വിട്ടുപോകാതെ ഏകാഗ്രതയോടെ ഈ വചന ശുശ്രൂഷയിലായിരിക്കുക. കാരണം ദൈവം ചില വലിയ കാര്യങ്ങൾ, ചില വലിയ വെളിപാടുകൾ കർത്താവ് നിങ്ങളോട് സംസാരിക്കാനായി ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങളിൽ ചില വെളിപാടുകൾ നിങ്ങൾക്ക് തുറന്നു തരാൻ പോവുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ ഏകാഗ്രമായിരിക്കട്ടെ. അല്പനേരം നിങ്ങൾ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ച് ശാന്തമായി ഈ വചന ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കേണ്ട സമയമാണ്. ഇന്നത്തെ നമ്മുടെ ദൈവത്തിൻ്റെ പേരിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 15-ാം വാക്യം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിന് യാഹ്വേ നിസ്സി എന്ന് പേര് നൽകി. എന്തെന്നാൽ അവൻ പറഞ്ഞു, കർത്താവിൻ്റെ പതാക കയ്യിലെടുക്കുവൻ. തലമുറ തോറും കർത്താവ് അമലേക്കിനെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ആമേൻ. ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അമലേക്കരുമായുള്ള യുദ്ധത്തെക്കുറിച്ചാണ് ഈ വചനഭാഗം പറഞ്ഞിരിക്കുന്നത്. മോശ ജോഷുവയോട് പറയും, നീ സൈന്യവുമായിട്ട്, ജനത്തെ കൂട്ടി സൈന്യവുമായിട്ട് അമലേക്കർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ കർത്താവിൻ്റെ വടിയും കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, ജോഷുവ അമലേക്കർക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധത്തിൻ്റെ സമയത്ത് മോശ മലമുകളിൽ കൈകൾ ഉയർത്തിപ്പിടിച്ച് ഇരിക്കുകയാണ്. മോശയുടെ കൈകൾ ഉയർന്നിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽക്കാർ ജയിച്ചുകൊണ്ടിരുന്നു. മോശയുടെ കൈകൾ എപ്പോഴൊക്കെ താഴ്ന്നുവോ അപ്പോഴെല്ലാം ഇസ്രായേൽ പരാജയപ്പെട്ടു. അപ്പോൾ മോശ ഒരു പരിപാടി ചെയ്തു. മോശ ചെയ്ത പരിപാടി ഇതാണ്: മോശ ഒരു കല്ലെടുത്ത് അവിടെ ഇരുന്നു. മോശയുടെ കൈകൾ തളർന്നു തുടങ്ങി. മോശ കല്ലെടുത്ത് അവിടെ ഇരുന്നു. ഇരുവശത്തും അഹറോനും ഹൂറും മോശയുടെ കൈകളെ ഉയർത്തി താങ്ങി പിടിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ, അതായത് യുദ്ധം തീരുവോളം, അഹറോനും ഹൂറും മോശയുടെ കൈകളെ ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ നിന്നു. തൽഫലമായി സംഭവിച്ചെന്താണ് നമുക്ക് നന്നായിട്ട് അറിയാം. മോശയുടെ കൈകൾ ഉയർന്നിരുന്നത് കൊണ്ട് ഇസ്രായേൽ യുദ്ധം ജയിച്ചു. അമലേക്കർ തോറ്റു, പിന്മാറി. അത് കഴിഞ്ഞിട്ടാണ് മോശ പറയുന്ന ഈ പ്രധാന വചനം എന്ന് പറയുന്നത്. പുറപ്പാടിൻ്റെ 17-15 യാഹ്വേ നിസ്സി. എന്തെന്നാൽ കർത്താവിൻ്റെ പതാക കയ്യിലെടുക്കുവാൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവം, കർത്താവായ യേശു നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന കർത്താവാണ്. ജയം നൽകുന്ന കർത്താവാണ്. ദൈവം എൻ്റെ ജയ കൊടിയാണ്. എന്നെ ജയിപ്പിക്കുന്ന കർത്താവാണ്. പ്രിയപ്പെട്ട കർത്താവിൻ്റെ മക്കളെ, ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളെ ജയിപ്പിക്കുന്നത് കർത്താവാണ്. നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ കരബലമല്ല, നിങ്ങളുടെ ശക്തിയല്ല, നമ്മുടെ ആരുടെയും ഒരു യോഗ്യതയും കൊണ്ടല്ല, നമ്മുടെ ഒരു കഴിവിനാലുമല്ല, ദൈവമാണ് നമ്മളെ ജയിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു. ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾക്ക് നേരെ വരുന്ന സകല പോരാട്ടങ്ങളെയും ജയിക്കുന്നത് കർത്താവാണ്. നിങ്ങളെ ജയിപ്പിക്കുന്നത് കർത്താവാണ്. എപ്പോഴാണോ ഈ ബോധ്യത്തിൽ നിന്ന് നമ്മൾ മാറുന്നത്, അതായത് എൻ്റെ കരബലത്താൽ, എൻ്റെ കഴിവിനാലാണ് ഞാൻ ജയിക്കുന്നത് എന്നുള്ള ബോധ്യം എപ്പോഴാണോ ഉണ്ടാകുന്നത്, അവിടെ ദൈവ കൃപ ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടും. അതായത് ദൈവ കൃപയുടെ പ്രവൃത്തി നിലയ്ക്കും. പിന്നെ സ്വന്തം കഴിവിൽ തുടങ്ങും. ഈ സ്വന്തം കഴിവ് വന്നാൽ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ: കുറച്ചു കാലം അങ്ങ് ശരിയായി നിൽക്കും. പതിയെ 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 അത് ഫെയ്ഡായി അവസാനം ഒരു കംപ്ലീറ്റ് തകർച്ചയിലേക്ക് വരും. ആദ്യകാലങ്ങളിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവിനാലാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കഴിവിനാലാണ് പോരാട്ടങ്ങൾ ജയിക്കുന്നത്, എല്ലാ പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിക്കുന്നത് നമ്മുടെ കഴിവിനാലാണ്. ഒരിക്കലുമല്ല, കർത്താവ് ഒരുവൻ മാത്രമാണ് നമ്മളെ ജയിപ്പിക്കുന്നത്. ഒരു വെളിപാടിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വെളിപാട് ഇതാണ്. കൊളോസസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. വചനം ഇങ്ങനെയാണ് പറയുന്നത്: നമുക്ക് ദോഷകരമായിരുന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ അവൻ കുരിശിൽ തറച്ചു നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. ആമേൻ. ഇതാണ് വെളിപാടെന്ന് പറയുന്നത്.
നിങ്ങളെ ജയിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാഹ്വേ നിസ്സിയായ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ജയിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പുത്രനാകുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിലൂടെ. അവൻ കുരിശിൽ മരിച്ചത് തോറ്റതല്ല, അവൻ കുരിശിൽ മരിച്ചത് തീർന്നതല്ല. ലോക ജനത പറയും അവന് തന്നെ രക്ഷിക്കുവാൻ കഴിവില്ലാത്തത് കൊണ്ട് അവൻ കുരിശിൽ മരിച്ചു. യഹൂദരും പറഞ്ഞു, റോമാക്കാരും പറഞ്ഞു, ഇപ്പോഴും പലരും പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ കർത്താവ് തോറ്റതല്ല, നിന്റെ ദൈവം തോറ്റതല്ല, നിന്റെ ദൈവം കുരിശിൽ ജയിച്ചതാ. അവൻ്റെ കുരിശു മരണമാണ് നമ്മുടെ വിജയം. ഒരാമൻ പറഞ്ഞു. ഞാൻ വീണ്ടും പറയുന്നു, അവൻ്റെ കുരിശു മരണമാണ് നമ്മുടെ വിജയം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, അവൻ്റെ കുരിശു മരണമാണ് നമ്മുടെ വിജയം. നമ്മൾ ജയിച്ചതിന് ഒറ്റ കാരണമേ ഉള്ളൂ, കർത്താവായ യേശു കുരിശിൽ മരിച്ചു. അവൻ കുരിശിൽ വിജയം ആഘോഷിച്ചെന്നാണ് പറയുന്നത്. യാഹ്വേ നിസ്സിയായ നിങ്ങളുടെ ദൈവം, എൻ്റെ അപ്പൻ, നമ്മുടെ എല്ലാവരുടെയും സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ വിജയം പൂർത്തീകരിച്ചത് കർത്താവായ യേശുവിൻ്റെ കുരിശിലെ മരണത്തിലൂടെയാണ്. അവൻ്റെ കുരിശുമരണം എന്ന് പറയുന്നത് ആത്മമണ്ഡലത്തിനകത്ത് ഒരു വലിയ റിഫ്ലക്ഷനെ കൊണ്ടുവന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സകല പൈശാചിക ശക്തികളെയും തോൽപ്പിച്ചുകൊണ്ട്, സകല തിന്മയുടെ ശക്തികളെയും തകർത്തുകൊണ്ട് അവൻ കുരിശിൽ വിജയം ആഘോഷിച്ചു. യാഹ്വേ നിസ്സിയായ ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ നിങ്ങളെ വിജയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയിരിക്കുക. എൻ്റെ കർത്താവിനെ കുരിശിൽ തറച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അവൻ തീർന്നത്. അവനെ കൊണ്ട് കല്ലറയിൽ അടക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു അവൻ്റെ ശല്യം തീർന്നത്. എന്നാൽ അവൻ്റെ ശല്യം തീർന്നതല്ല, അവൻ പാതാളത്തിൽ പോയി അവൻ്റെ പ്രവൃത്തി ചെയ്ത് അവൻ്റെ വിജയത്തെ അവൻ പ്രഖ്യാപിച്ചായിരുന്നു. കല്ലറയിൽ അടക്കൽ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു കാര്യം പറഞ്ഞോ, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുവനും നിന്നെ ജയിക്കുവാൻ സാധിക്കില്ല. കർത്താവ് നിന്നെ ജയാളിയാക്കി മാറ്റിയിട്ടുണ്ടെന്ന തിരുവചനം പറയുന്നത്. അതിൽ നിന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാൽ അറിഞ്ഞോ, ഒരു തിന്മയ്ക്കും നിന്നെ ജയിക്കുവാൻ സാധിക്കത്തില്ല. നീ ജയം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇതുവരെ നിന്നെ പരാജയപ്പെടുത്തിയ സകല പൈശാചിക ശക്തികളെയും നീ കീഴ്പ്പെടുത്തി ദൈവിക വിജയം പ്രഖ്യാപിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ, വിടുതലിൻ്റെ, ജയത്തിൻ്റെ സീസണിലേക്കാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇനിമേൽ നിങ്ങൾ പരാജിതരല്ല, ക്രിസ്തുയേശുവിൽ നിങ്ങൾ ജയാളികൾ മാത്രമാണ്. യേശു ക്രിസ്തു നിങ്ങളെ ജയത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. തോറ്റു പിന്മാറേണ്ടവരല്ലെന്നേ നമ്മൾ ജയിച്ച് മുന്നേറേണ്ടവരാണ്. ജയിച്ച് പൈശാചിക ശക്തികളെ തകർത്ത് സ്വർഗീയ ഇടങ്ങളിലുള്ള പൈശാചിക മണ്ഡലത്തെ തകർത്ത് ദൈവത്തിൻ്റെ വിജയക്കൊടി, യഹോവ നിസ്സി എന്ന ദൈവത്തിൻ്റെ വിജയക്കൊടി പ്രഖ്യാപിക്കേണ്ടവരും നാട്ടേണ്ടവരുമാണ് നമ്മളെല്ലാവരും. അതിനുവേണ്ടി മാത്രമാണ്, അല്ലാതെ പേടിച്ച് പിന്മാറിയിട്ടല്ലെന്നേ. ഭയപ്പെട്ട് തോറ്റ് മാറിയവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമല്ല വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ബൈബിൾ എന്ന് പറഞ്ഞത് ധൈര്യത്തോടെ ജയിച്ച് മുന്നേറിയവനെ കുറിച്ചാണ്. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിച്ചു നോക്കിക്കോ, ഒരിടത്ത് പോലും കർത്താവിൽ ആശ്രയിച്ച ഒരുവൻ പോലും തോറ്റ് തീർന്നതായിട്ട് തിരുവചനം പറഞ്ഞില്ല. തിരുവചനം അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ, ആ വചനം വിശ്വസിക്കുന്ന, ആ വചനം വായിക്കുന്ന, ആ വചനത്തിൻ്റെ ഉടമസ്ഥനാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കും തോറ്റ് തീരാൻ സാധിക്കത്തില്ല. കാരണം എൻ്റെ ദൈവം ജയിച്ചവനാണ്, എൻ്റെ ദൈവം നിങ്ങളെ ജയിപ്പിക്കുന്നവനാണ്. എൻ്റെ ദൈവം പരാജയപ്പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങളും പരാജയപ്പെടത്തില്ല. ഒരു തിന്മയ്ക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല, ഒരു പൈശാചിക ശക്തി നിങ്ങളെ തീർക്കത്തില്ല. കാരണം എൻ്റെ കർത്താവ് ജയാളിയ യോദ്ധാവ് നിങ്ങളുടെ മധ്യ നിൽപ്പുണ്ട്. അവൻ്റെ വിജയകരമായ വലത്തുകരം കൊണ്ട് അവൻ നിങ്ങളെ താങ്ങിക്കൊള്ളും. ഒരു തിന്മയ്ക്കും ഇനി നിങ്ങൾ തകർക്കാനാവത്തില്ലെന്നേ. എൻ്റെ കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കും. സൈന്യബലത്താലല്ല, ശക്തിയാലല്ല, തൻ്റെ ആത്മാവിനാൽ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആ ശക്തിയെ നിങ്ങളുടെ മേലേക്ക് പകരും. ഈ തിരുവചനം നിങ്ങൾ കേൾക്കുന്ന സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിഞ്ഞോ, ആ തിരുവചനത്തിൻ്റെ ശക്തി, ജയാളിയായ ദൈവത്തിൻ്റെ, യഹോവ നിസ്സിയായ കർത്താവിൻ്റെ ജയത്തിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരങ്ങളുടെ മേലേക്ക് വ്യാപരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിലേക്ക് വ്യാപരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ തലമുറകളുടെ മേലേക്ക് വ്യാപരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജോലി മേഖലയിൽ വ്യാപരിക്കുന്ന സമയമാണ്. ഏത് പോരാട്ടത്തിനകത്താണോ നീ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്, ഏത് തരം പൈശാചിക ശക്തിയാണോ നിനക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്, അതിനെ ഇന്ന് നീ തോൽപ്പിക്കുന്ന സമയമാണ്. എൻ്റെ കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുക. ധൈര്യമായിരിക്കേ, ഭഗ്നാശനാകല്ലേ, തളർന്നു പോകല്ലേ, തകർന്നു വീഴല്ലേ. എൻ്റെ കർത്താവ് പണിതുയർത്തുന്നവനാണ്. എൻ്റെ കർത്താവ് നിന്നെ ഈ മത്സരത്തിൽ, ഈ പോരാട്ടത്തിൽ, ഈ വലിയ ആത്മീക പോരാട്ടത്തിൽ എൻ്റെ കർത്താവ് നിന്നെ ജയിപ്പിക്കാനിരിക്കുക. പിന്മാറരുത്, മുന്നോട്ട് നോക്കിക്കൊണ്ട് പ്രത്യാശയോടെ നിൽക്ക്. നിരാശപ്പെടുത്താൻ പിശാച് പല വഴിയും കൊണ്ടുവരും. ഇല്ല, തീർന്നു പോകത്തില്ല, നിനക്ക് തീരാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കർത്താവായ യേശു ക്രിസ്തു തീർന്നില്ലെന്നേ. അവനെ അടച്ചു വെച്ച കല്ലറ ഇപ്പോഴും തുറന്നിരിപ്പുണ്ട്. അവൻ്റെ അസ്ഥികൾ ദ്രവിച്ചു പോയിട്ടില്ല, അവൻ്റെ മാംസം അഴുകി പോയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മകനെ, മകളെ നീ അറിഞ്ഞു, നീ തീരത്തില്ല, നിനക്ക് തീരാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കർത്താവ് തീർന്നില്ല, അതുകൊണ്ട് നീയും തീരില്ല. ഈ ബോധ്യം നിങ്ങളുടെ ഉള്ളിലിരിക്കട്ടെ. യഹോവ നിസ്സിയായ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ദിവസം നിങ്ങളെ നയിക്കട്ടെ. ആ വെളിപാടിലൂടെ ലഭിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക അധികാരവും നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ ഉറകൂട്ടപ്പെടട്ടെ. സകല ആത്മീകവും ഭൗതികവും മാനസികവും ശാരീരികവുമായ പോരാട്ടങ്ങളിൽ കർത്താവ് നിങ്ങളെ ജയിപ്പിക്കുക. ആ ജയം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരു പിശാചും അത് നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കത്തില്ല. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞിരിക്കുക. കർത്താവ് നിങ്ങളെ നിരന്തരം നയിക്കും.
നിന്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ മോചിപ്പിച്ച് ജയാളിയാക്കി മാറ്റുന്ന സീസണിലേക്ക് കടന്നിരുന്നോ. കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളൊരു അനുഗ്രഹമാണ്, അനുഗ്രഹമായി തന്നെ നിലനിൽക്കും. ഒരു തിന്മയ്ക്കും തീർക്കാൻ പറ്റത്തില്ല. യാഹ്വേ നിസ്സി, എൻ്റെ ജയക്കൊടിയായ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്, തീരത്തില്ലെന്ന് ധൈര്യമായിരിക്കും. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക. വീണ്ടും തുടർന്നും ശുശ്രൂഷകൾ ലഭിക്കുവാനായി നമ്മുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിലൂടെ സുവിശേഷ വേലയുടെ ഭാഗവാക്കുകളാകുക. സുവിശേഷ വേലയിൽ നിന്ന് ലഭിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. കർത്താവിൻ്റെ മക്കളുടെ അധികാരത്തിലും അവകാശത്തിലും സ്വാതന്ത്ര്യത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾക്കിടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേലിരുന്ന് പ്രവർത്തിക്കട്ടെ. യാഹ്വേ നിസ്സിയുടെ സ്വഭാവം നിങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.